ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു റേഞ്ച് റോവറാണ്. അപ്പോൾ ഈ റേഞ്ച് റോവർ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ വാർണിംഗ് ലൈറ്റും ഓണായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ വാഹനത്തിൽ ഒറ്റ സെൻസർ കംപ്ലൈൻ്റ് ആയിട്ടാണ് ഈ വാഹനത്തിൽ ഈ ഫോൾട്ടുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടല്ലോ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ എല്ലാ വാർണിംഗ് ലൈറ്റും വന്നിരിക്കുന്നത് ഒറ്റ സെൻസർ പ്രശ്നം കൊണ്ടാണ്. ഇത് കണ്ടല്ലോ, ABSൻ്റെ ഉണ്ട്, അതേമാതിരി തന്നെ പാർക്കിംഗ് ബ്രേക്കിൻ്റെതുണ്ട്, ടയർ പ്രഷറുണ്ട്, വാർണിങ്ങുകളെല്ലാം തന്നെയുണ്ട്. വേറെ ഗിയർ ചേഞ്ച് ചെയ്യുന്നതിനോ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഈ വാഹനത്തിൽ DTC എന്താണ് വന്നിരിക്കുന്നത്, അതേമാതിരി എന്തൊക്കെ DTC ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ നിറയെ ഫോൾട്ടുകളുണ്ട്. എന്നാൽ ഈ വാഹനത്തിൽ ഒറ്റ സെൻസർ കംപ്ലൈൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ എല്ലാ വാർണിംഗ് ലൈറ്റും കത്താനുണ്ടായിരുന്ന കാര്യം. അപ്പോൾ എന്താണ് സെൻസർ എന്നുള്ളതും കൂടി ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ എഞ്ചിനിൽ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ സെൻസറിൻ്റെയൊക്കെ DTC ഉണ്ടായിരുന്നു. എന്നാൽ എഞ്ചിൻ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കത്തൊന്നും ഉണ്ടായിട്ടില്ല. ഈ വാഹനത്തിൽ മെയിനായിട്ട് പ്രശ്നം വന്നിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ വീൽ സ്പീഡ് സെൻസറിൻ്റെ വയറ് ഡാമേജ് ആയത് കാരണമാണ് ഇതിൻ്റെ അകത്ത് എല്ലാ വാർണിങ്ങും കത്താനുണ്ടായിരുന്ന കാര്യം. ഇത് കണ്ടല്ലോ, ഈ ഒരു സെൻസറിൻ്റെ വയർ ഇവിടെ ഡാമേജ് ആയിട്ടുണ്ട്. ആ ഒറ്റ പ്രശ്നം കൊണ്ടാണ് ഈ വാർണിങ്ങുകളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെൻസർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാർണിംഗ് എല്ലാം തന്നെ പോകുന്നതാണ്. അപ്പോൾ കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.